യെസ്. ഹായ് ഹായ്. ഗംഗു, മിൻഷ, ഷാദിയ, നമസ്തേ. ഹായ് ബ്രോ പ്രജി. ഹായ് ഹായ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മുടി വെട്ടി ഒരു ചേഞ്ചൊക്കെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ജസ്റ്റ് ഫോർ എ ചേഞ്ച്, ജസ്റ്റ് ഫോർ എ ഹൊറർ അല്ല, ജസ്റ്റ് ഫോർ എ ചേഞ്ച്. ഷാദിയ ട്രിവാൻഡ്രത്ത്. സുഖമാണ് ഷാദിയ. കണ്ണൻ, ഹായ് കണ്ണ. അംജിത്ത്, അളയാ അംജിത്ത് എൻ്റെ ഫ്രണ്ടാണ്. അവൻ്റെ സിനിമയാണ് ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത്. അവൻ പ്രൊഡ്യൂസ് ചെയ്ത തേരി മേരി എന്ന് പറയുന്ന ഗംഭീര സാധനം. ഷൈനും ശ്രീനാഥ് ബാസിയൊക്കെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന സ്ഥലത്ത് നല്ലൊരു ക്യാരക്ടർ അവൻ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഹലോ സിൻ, ഹലോ. ഹെയർ കട്ട് സൂപ്പറോ, താങ്ക് യു. അസീറോക്കി ഫ്രണ്ടാണോ? അയ്യോ അല്ല, ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല പുള്ളിയെ. എന്തു പറ്റി? സെൻഹ, ഹായ് കാ. ഹായ് മോളെ. റംഷിദ, ഹായ് റംഷി. എങ്ങനെയുണ്ട് ബിഗ് ബോസ്? ഇപ്പോൾ അതിൻ്റെ ഒരു 70 days ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ആർക്ക് കപ്പ് കിട്ടുമെന്നാണ് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഹലോ ടിറ്റു, ഹലോ. ഷെഫ് ഫിറോസ് ജി, ഹായ്. നൂറാസ്, ഷെഫ് നൂറാസ്, ഹായ്. ഫിറോസിക്ക, സുഖാണോ? ഫൈഫ, സുഖമാണ്. അപ്പം ജാസ്മിനും ജിൻഡോയും എന്നാണ് കമൻറ്റുകൾ വരുന്നത്. ജാസ്മിൻ ആൻഡ് ജിൻഡോ മതി എന്നാണ് കൂടുതലും പേര് ഇപ്പോൾ പറയുന്നത്. ജാസ്മിനും ഉണ്ട്. ഇപ്പോൾ ആക്ച്വലി നമ്മളെ എല്ലാവർക്കും അറിയാം, എല്ലാ സീസണേക്കാളും വളരെ താഴ്ന്ന നിലവാരം പുലർത്തിയ ഒരു സീസണായിരുന്നു ഇത്. നമ്മൾ ചില കാര്യങ്ങൾ തുറന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പേടിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഞാൻ നോക്കിയെടുത്തോളം ഈ ഷോയെ കൊണ്ടുപോകുന്നത് ജാസ്മിൻ പിന്നെ ജിൻഡോയുമാണ്. ഇവർ രണ്ടുപേരാണ് അതിൽ മെയിനായിട്ട് ഇപ്പം നിന്ന് ഗെയിം കളിക്കുന്നത്. അതിൽ ജാസ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആക്ച്വലി ഒരു കണ്ടസ്റ്റൻ്റ് എന്ന രീതിയിൽ ജാസ്മിനൊന്നും അത്ര വലിയ ഇഷ്ടമല്ല, അത്ര വലുതല്ല, ഇഷ്ടമേ അല്ല. പക്ഷേ തമ്മിൽ അവിടെ നിൽക്കുന്നതിൽ ഭേദം ഈ ജാസ്മിനും പിന്നെ ജിൻഡോയുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരിലും ജാസ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാസ്മിനാണ് ആക്ച്വലി എന്താണ് ഒരു വളരെ നെഗറ്റീവായിട്ട് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അത് അദ്ദേഹം അവിടെ കാണിക്കുന്ന പരിപാടി തന്നെയാണ്, പക്ഷേ എങ്കിലും അതിനെ തന്നെയാണ് പോർട്രേറ്റ് ചെയ്ത് നമ്മളെ കാണിക്കുന്നത്. സോ ഇതൊരു ബിസിനസ്സാണ്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന എൻ്റർടൈൻമെൻറ്റ് ഒരു ബിസിനസ്സാണ്. എല്ലാ ബിസിനസ്സിനെ പോലെ തന്നെ ഒരു ബിസിനസ്സാണ്. അപ്പോൾ ആ ബിസിനസ്സിനെ കൊണ്ടുപോകുന്നൊരു പ്രോഡക്റ്റാണ് ജാസ്മിൻ. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ലാഭം നേടിക്കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ജാസ്മിൻ. അപ്പം ഉറപ്പായിട്ടും ജാസ്മിന് ആ കപ്പ് കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി ജാസ്മിന് കിട്ടിയില്ലെങ്കിൽ ജിൻഡോയ്ക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവരാണല്ലോ ഷോ കൊണ്ടുപോകുന്നത്. പക്ഷേ ജിൻഡോ കുറച്ചുകൂടെ നമ്മുടെ മനസ്സിലേക്ക് എന്താണ് ഒരു കോമഡിയും അല്ലെങ്കിൽ എന്താണ് ഷിക്കാരി ശബ്ദവും ഒക്കെ പോലെ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞു. എന്നിരുന്നാലും നിങ്ങളൊന്ന് ചിന്തിക്കുക, ആ ജാസ്മിൻ എന്ന് പറഞ്ഞ കുട്ടിയെ നെഗറ്റീവായിട്ടാണ്, ഒരു ലേഡിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അവരുടെ വീട്ടുകാർ എന്തുമാത്രം ഇതിൽ നിന്ന് അനുഭവിച്ച് കാണും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ കുട്ടിയേക്കാൾ പല വീട്ടുകാർ ഒരു ഭയങ്കര എന്താണ് അവരെന്ത് ചിരിച്ച് കളിച്ചെന്ന് പറഞ്ഞാലും മാനസികമായി ഒരുപാട് ദുഃഖം കിട്ടിക്കാണും, ദുഃഖപ്പെട്ട് കാണും പല അവസരങ്ങളും. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പിന്നെ നമ്മുടെ ജാസ്മിൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻ്റ് ഗെയിം സ്ട്രാറ്റജി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഒരുപക്ഷെ ആദ്യമേ ഇൻഡിവിജ്വലായിട്ട് കളിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലോണം വരേണ്ട ഒരു കുട്ടിയായിരുന്നു ജാസ്മിൻ. ഞങ്ങൾ പല പ്രാവശ്യം എൻ്റെ പല വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗബ്രി എന്ന് പറഞ്ഞൊരു വ്യക്തി കൂടെ വന്നതിന് ശേഷമാണ് നമ്മൾ ഇത്രയും വെറുക്കപ്പെട്ടു പോയത്.
പിന്നെ ആ കുട്ടിയുടെ കുറച്ച് എന്താണ് വീട്ടിൽ പെരുമാറുന്നത് വളരെ നാച്ചുറലായിട്ട് പെരുമാറിയത് കൊണ്ട് തന്നെയാണ് ഈ തുമ്മിച്ചായലിട്ട് ഇടുന്നതായാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ കുട്ടി വളരെ നാച്ചുറലായിട്ടാണ് അവിടെ നിന്നത്. സോ അത് നമുക്ക് ഒരുപക്ഷെ നമുക്കൊരു അറപ്പ് തോന്നുന്നുണ്ടാകാം. കാരണം ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന പല കുറ്റങ്ങളും നമുക്ക് വലുതായി തോന്നില്ല, മറ്റുള്ളവർ അത് ചെയ്യുമ്പോൾ ഭയങ്കര വൃത്തികേടായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അത് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ് ഒന്നാമത് ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ. അതൊക്കെ കൊണ്ടാണ് ശരിക്കും അതിനെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്ത് നമ്മളെ കാണിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഡെഫിനറ്റ്ലി ജാസ്മിനെ നമുക്ക് അത്രമേൽ വെറുപ്പായി പോയത്. പിന്നെ അതിനേക്കാൾ ഉപരി ആ പ്രണയ സ്ട്രാറ്റജിയാണ്. അല്ലാതെ ആ കുട്ടി നല്ല പൊട്ടൻഷ്യലുള്ള ഒരു കുട്ടിയാണ്, ബുദ്ധിയുള്ള കുട്ടിയാണ്. ഇതിൽ പക്ഷേ ബുദ്ധി ഓപ്പോസിറ്റായിപ്പോയി. എന്നിരുന്നാലും ആ കുട്ടി കിട്ടണേ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ കുട്ടി കിട്ടിയില്ലെങ്കിൽ ജിൻഡോയ്ക്ക് കിട്ടണം. അത്രത്തോളം യോഗ്യതയുള്ള മറ്റാരും ഈ 2 പേർക്ക് കിട്ടണം. ഈ 2 പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജാസ്മിന് കിട്ടണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്, മനസ്സിലാവും. ഒരു പക്ഷേ പേഴ്സണലി എനിക്ക് ജിൻഡോയെ പുറത്തിറങ്ങി വന്നാൽ, ഓൾറെഡി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ജിൻഡോ പുറത്തിറങ്ങി വന്നാൽ എനിക്ക് ഒരു ഞാൻ വിളിച്ച് സംസാരിക്കാൻ പോകുന്നത് ജിൻഡോ അടുത്തായിരിക്കും. എങ്കിൽ പോലും ഞാൻ ഈ പറയുന്നത് ജാസ്മിനെ അത്രമേൽ നെഗറ്റീവായിട്ട് പോർട്രേറ്റ് ചെയ്ത് അതൊരു എത്തിക്സാണ് ആ കുട്ടിക്ക് പ്രൈസ് കൊടുക്കുക എന്നുള്ളത്. ഇനി ആ കുട്ടിക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ജിൻഡോയ്ക്ക് എങ്ങനെ കൊടുക്കുക? അല്ലാതെ അവിടെ ആരും ഈ സീസണിൽ അങ്ങനെ വലിയ മികവ് പ്രകടിപ്പിച്ച ആരുമില്ല. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ അഭിപ്രായം മാത്രമാണ്. ബിഗ് ബോസ് ആണ്, അവർക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും ഗെയിമിനെ മാറ്റാം. അവർക്കൊരു ഗെയിമുണ്ട്, ആ രീതിയിൽ ആർക്കും കൊടുക്കുക. അത് മുൻ പല സീസണിലും നമുക്കറിയാം, ഡിസേർവ്ഡ് ആയിട്ടുള്ള പലർക്കും അല്ല കൊടുത്തിരിക്കുന്നത്. അതിൽ ജനങ്ങൾ വിചാരിക്കുന്ന ഒരാൾക്കായിരിക്കില്ല കൊടുക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സംഭവം. ഹായ് എല്ലാവർക്കും ഹായ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തൊക്കെയാണ്? വേറെ ആരെങ്കിലും അതിൽ കപ്പടിക്കാൻ ഡിസേർവ്ഡ് ആയിട്ടുള്ളവരുണ്ടോ? കാരണം പലർക്കും പല കാഴ്ചപ്പാടാണല്ലോ. ഇപ്പോൾ ഈ വന്ന മെസ്സേജുകളിൽ എനിക്ക് ഏറ്റവും കാണാൻ കഴിഞ്ഞത് ജിൻഡോയും ജാസ്മിനും എന്നുള്ള 2 പേരുകളാണ്. എന്തിനാ ജാസ്മിന് കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. സിന്ധു നായർ അല്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു തന്നേ ഉള്ളൂ. ഇപ്പോൾ ആർക്ക് കൊടുക്കണം എന്നുള്ളത് നമ്മളെല്ലാവരും കൂടെ വോട്ട് ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ആ എപ്പിസോഡുകൾ കാണുന്നത് കൊണ്ട്, ഞാൻ തുടക്കം മുതലേ കണ്ടതുകൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം പറയാം. ഈ സീസൺ വെറും വേസ്റ്റാണ്. ഈ സീസൺ ജിൻഡോ കൊണ്ടുപോകും. ജിൻഡോയ്ക്കാണല്ലോ ഇപ്പം കൂടുതൽ ഫാൻസ്. when your movie Kidnap will release on OTT രാജീവ്. അത് പിന്നെ OTT-യിൽ എനിക്ക് തോന്നുന്നു 2 മാസത്തിനകത്ത് അത് OTT-യിൽ വരുമെന്ന് തോന്നുന്നു. പ്രവീൺ ജിൻഡോ ജിൻഡോ പവർ. ജിൻഡോയ്ക്ക് ഭയങ്കര ആരാധകരാണെന്ന് തോന്നുന്നുണ്ട്. ജിൻഡോയുടെ ഗെയിം എങ്ങനെയുണ്ട്? ജിൻഡോയുടെ ഗെയിമും ഈ പറഞ്ഞ കണക്ക് ജിൻഡോ ഒരു പാവം മനുഷ്യനാണ്. എനിക്കിഷ്ടമാണ് ജിൻഡോയെ. കാരണം അതൊരു വളരെ ഒരു കുട്ടിത്തമുള്ള മനസ്സുള്ള നമ്മളെ കൂടെ കൂട്ടാൻ, ഒരു സുഹൃത്തിനെ പോലെ കൂട്ടാനൊക്കെ നമുക്ക് തോന്നുന്ന ഒരാളാണ്. പക്ഷെ ഒരു ഗെയിമർ അത്ര ഭയങ്കര ഗെയിം സ്ട്രാറ്റജീസോ അല്ലെങ്കിൽ ഗെയിം ഇങ്ങനെ കളിച്ചാൽ ഇങ്ങനെ അങ്ങനെയുള്ള ചിന്ത ഒരു വലിയ ഗെയിമറൊന്നുമല്ല. പക്ഷെ എന്തൊക്കെയോ നമുക്ക് പുള്ളിയിലൊരു കുട്ടിത്വവും നമുക്ക് ഇഷ്ടപ്പെടും, നിഷ്കളങ്കതയൊക്കെ. ചിലപ്പോഴൊക്കെ നമുക്ക് സങ്കടം വരും ചില സംഭവങ്ങളൊക്കെ കാണുമ്പോൾ. അങ്ങനെ ഇഷ്ടമുണ്ട് തീർച്ചയായിട്ടും. ജിൻഡോയ്ക്ക് കിട്ടിയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ, മനസ്സിലായോ? പക്ഷേ ഇവർക്ക് 2-ൽ ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടണമെന്നാണ്. കാരണം അതിൽ പിന്നെ ഈ 2 പേർക്കല്ലാതെ മറ്റൊരാൾക്ക് കിട്ടുന്നതിനോട് എനിക്ക്, കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ആ ഷോയെ കൊണ്ടുപോയ 2 പേരാണ് ഇവർ. അപ്പോൾ ഇവർക്ക് കിട്ടുന്നതിനോടാണ് എനിക്ക് താല്പര്യം. ഞാനത് ജാസ്മിനെ എടുത്തു പറയാൻ കാര്യമെന്ന് പറയും. ഒരുപക്ഷെ ജാസ്മിനേക്കാളും എനിക്ക് പേഴ്സണലി ഒരു വ്യക്തിപരമായിട്ട് ഇഷ്ടം ജിൻഡോ അടുത്താണ്. എങ്കിലും ഞാൻ ജാസ്മിനെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു ലേഡിയാണ്. ആ കുട്ടിയെ ഇത്ര വളരെ നെഗറ്റീവായിട്ടാണ് പോർട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, മനസ്സിലായി? അത് ആ കുട്ടി അവിടെ കാണിച്ചത് ഇല്ലാത്ത സാധനങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. പക്ഷേ എന്നിട്ട് ആ കാണിച്ച നെഗറ്റീവിനെ മാത്രമാണ് ബൂസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരനുഭവിച്ച ഒരു മാനസിക സംഭവമുണ്ട്. അവരിനി അനുഭവിക്കാൻ പോകുന്നൊരു മാനസിക സമ്മർദ്ദം ഉണ്ടാകും. പിന്നെ അതുകൂടാതെ അവരെ ഫാമിലി അനുഭവിച്ച വല്ലാത്ത മാനസിക സമ്മർദ്ദമുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ കണക്കിലെടുത്തിട്ടാണ് ഞാൻ അങ്ങനൊരു കാര്യം പറഞ്ഞത്. ഷോ ഡയറക്ടർ സ്ക്രിപ്റ്റിൽ ഈ ഷോ മൊത്തത്തിൽ പൊളിഞ്ഞ് ഈ വീക്ക് റസ്മിൻ പോകും. മിക്കവാറും ഈ വീക്ക് എവിക്ഷൻ കാണില്ല എന്ന് തോന്നുന്നു കേട്ടോ. അല്ല, ആക്ച്വലി അവിടെ റസ്മിനേക്കാളിലൊക്കെ മുമ്പേ പോകേണ്ട പലരും ഉണ്ടല്ലോ.
കുറേ പേര് അവിടെ നിന്ന് പോകേണ്ട ആൾക്കാർ ഇപ്പോഴും അവിടെ, ഞാനൊക്കെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ പോകുമെന്ന് വിചാരിച്ച ചിലർ ഇപ്പോഴും അവിടെ ഉണ്ടൊന്നും ചെയ്യാതെ. അവർ പോലും അവിടെ പറയുന്നുണ്ട്, അവർക്ക് പോലും കോൺഫിഡൻസ് ഇല്ല ഞങ്ങൾ നിൽക്കുമോ, അടുത്ത ആഴ്ച പോകും. ആദ്യ ആഴ്ച മുതൽ അവർ തന്നെ അവിടെ പറയുന്നുണ്ട് ഞാൻ അടുത്ത ആഴ്ച പോകുമെന്ന്. കാരണം അവർക്കറിയാം അവർ ഗെയിം ചെയ്യുന്നില്ല എന്നുള്ള, അവരെക്കാൾ മികവുള്ളവർ അവിടെ ഉണ്ടെന്നുള്ളത് വരെ അറിയാം. അത്രയും കോൺഫിഡൻസ് പോലും ഇല്ലാത്ത ആൾക്കാർ അവിടെ ഉണ്ട്, അവരിപ്പോഴും പോകുന്നില്ല എന്നുള്ളതാണ് വേറെ സംഭവം. എടാ ഇതിനകത്ത് അഭിലാഷ് എന്തുകൂടാ മാരാർ ടൈപ്പ്, ഇത് മാരാറുമായിട്ടുള്ള സംഭവമില്ല. ശരത്തെ എന്നിട്ട് ശരത്ത് നമ്മുടെ മൂപ്പൻ വ്ലോഗ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്താണ് അവൻ. പക്ഷെ ഇപ്രാവശ്യം അധികം ഞാനുമായിട്ട് ഇന്നും കൂടി സംസാരിച്ചേ ഉള്ളൂ ശരത്തുമായിട്ട്. അപ്പോൾ ശരത്ത് നല്ല രീതിയിൽ അവൻ ഇത് റിവ്യൂ പറയുന്നതാണ് ബിഗ് ബോസിനെ കുറിച്ച്. ഇപ്രാവശ്യം അവൻ അത് അത്ര ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാണ് അവൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. എന്താണ് ചെയ്യാനുള്ളത്? അവനൊരു എത്തിക്സ് ഉണ്ട്. അപ്പം ചുമ്മാതെ എന്തെങ്കിലും പറയുന്ന ഒരാളല്ല അവൻ. അപ്പോൾ ഒരു കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടും പറഞ്ഞത് തന്നെ വീണ്ടും പറയേണ്ടതെന്ന് വരുന്നത് അവനും വലുതായിട്ട് ഇപ്രാവശ്യം ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു അവനും ഈ ഒരാഴ്ചയായിട്ട് കണ്ടില്ല എന്നാണ് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത്രമേൽ മോശമായൊരു സീസണാണ്. നെഗറ്റീവ് എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അല്ല, നെഗറ്റീവ് മീൻസ് ഇവിടെ നെഗറ്റീവ് എന്ന് പറയുന്നത് സപ്പോർട്ടല്ല. നിങ്ങളൊരു മറ്റൊരു തലത്തിൽ നിങ്ങൾ ആലോചിച്ചു, അല്ലേക്കുള്ള അത്രമേൽ ഗെയിം ചെയ്യുന്ന ഒരാളോട് ഉണ്ടായിരിക്കണം. നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ളതല്ല, അത്രമേൽ ഗെയിം സ്ട്രാറ്റജിയോടുകൂടി ഗെയിം ചെയ്യുന്ന ആരെങ്കിലും ഒരാൾ നിങ്ങൾ മനസ്സിൽ തൊട്ട് പറയുമോ? തുടക്കം മുതൽ നിങ്ങൾക്ക് ഇയാൾ ഗെയിം ഗംഭീരമാണ് എന്ന് പറയുന്ന ഒരിക്കലും പറ്റില്ല. അങ്ങനെ ഒരാൾ ഇപ്രാവശ്യം ഇല്ല. നമുക്കങ്ങനെ നല്ലൊരു ഗെയിമർ എന്ന് പറയാനില്ല. തമ്മിൽ ഭേദമുള്ളവരെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നീ അല്ലേടാ ജാസ്മിൻ്റെ ആളെന്ന് എന്താണ് പേറ്റക്സ് ബോയ് അങ്ങനെ തോന്നിയ പോലെ നിനക്ക്. എന്തൊക്കെ പറഞ്ഞാലും ചില കഴിവുകൾ ഇങ്ങനെ ഉണ്ട്. കാരണം നമ്മൾ പറയുന്നത് മനസ്സിലാക്കത്തില്ല അവരുടെ നമ്മൾ മറുപടി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അവന് തോന്നിയത് ഞാൻ ജാസ്മിൻ്റെ ആളാണ്. ആ കുട്ടി ഇറങ്ങി വന്ന ഒരു പക്ഷേ എന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്നത്. കാരണം ആ കുട്ടിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആ കുട്ടിയുടെ കാര്യങ്ങളും മോശമായ കാര്യങ്ങളൊക്കെ തുറന്നു കാണിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വിവരം കെട്ടവന്മാരും ഉണ്ട്. അല്ല, അതൊക്കെ വേണം, സമൂഹത്തിൽ എല്ലാം വേണം. വിഷജന്തുക്കളും ഉണ്ടാകും, നല്ല ഇതും ഉണ്ടാകും, സ്നേഹം പോസിറ്റീവ് എനർജി തരുന്നവരും ഉണ്ടാകും, നെഗറ്റീവ് എനർജി, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഈ പ്ലാനറ്റ്. പെട്രക്സ് ബോയ് നിങ്ങളെ അല്ലെന്ന്. എടാ പെട്രക്സ് ബോയ് നിങ്ങളെ അല്ലെന്ന്. സോറി. അപ്പം ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞ് തിരിച്ചെടുത്ത് കേട്ടോ. ഐ എം സോറി പെട്രക്സ്. ഞാൻ കരുതി നീ എന്നെ പറഞ്ഞായിരിക്കും. സോറി. അത് ഞാൻ വിചാരിച്ചാൽ അത് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. സോറി. കിടിലം പ്രവീൺ പറയുന്ന കിടിലം വാഴ്സ് ഫിറോസ്ക. ആദ്യം കാണാൻ നല്ല രസമായിരുന്നു അത്. കിടിലം ഫിറോസ്. കിടിലം ഫിറോസൊക്കെ ഞാനുമായിട്ട് ഇപ്പോഴും നല്ല സൗഹൃദമാണ്. ഞങ്ങൾ ഗെയിമായിട്ട് എടുത്ത ആൾക്കാരാണ്. കിടിലം ഫിറോസൊക്കെ ഇപ്പോഴും നമ്മൾ മെസ്സേജ് അയക്കും. കിടിലം ആയിക്കോട്ടെ, അതിലെ മിക്ക എല്ലാവരുമായിട്ടും. ഭാഗ്യലക്ഷ്മി ചേച്ചി മാത്രമേ ഉള്ളൂ ഞാനുമായിട്ട് സഹകരണം ഇല്ലാതെ നിൽക്കുന്നത്. ബാക്കി എല്ലാവരുമായിട്ടും നല്ല സഹകരണമാണ്. ഡിംപിൾ ബാൽ ഉൾപ്പെടെ ഇന്നലെ കൂടി ഡിംപിൾ ബാൽ വിളിച്ചതേ ഉള്ളൂ. ജിൻഡോ അവിടെ ഉള്ളതിൽ വെച്ച് നല്ലൊരു ഗെയിമറാണ്. ഞാൻ പറഞ്ഞില്ല. ഇതാരാണ് ഈ സീസൺ നമ്മൾക്ക് എടുത്തു പറയാനുള്ള? ഈ ജാസ്മിനും ജിൻഡോയും തന്നെയാണ് എടുത്തു പറയാനുള്ളത്. വേറെ എന്താണ്? ഈ സ്ക്രീൻ സ്പേസ് കംപ്ലീറ്റ് കൊണ്ടുവന്ന ആരാണ്? ഇവർ രണ്ടുപേരും തന്നെയാണ് സ്ക്രീൻ സ്പേസ് കൊണ്ടുപോയത്. ഫിറോസിക്ക ഡേഞ്ചറസ് ബോയ്സ് വരുമോ? എടാ ഇപ്പം ചിലർക്കൊക്കെ എങ്കിലും നമ്മൾ തിരിച്ചറിയാവുന്നതുകൊണ്ട് ഡേഞ്ചറസ് ബോയ്സ് ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാവില്ല. എങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സത്യത്തിൽ. ഒരു നൊസ്റ്റുമാണ്. ഞാൻ ഇപ്പോഴും കൂടി എൻ്റെ ഒരു ഫ്രണ്ട് ജോജോ കൃഷിംഗ് എന്ന് പറയുന്ന ഫ്രണ്ടിനോട് സംസാരിച്ചിട്ടുണ്ട്, നമുക്ക് ഡേഞ്ചറസ് ബോയ്സ് ഒന്ന് കൊണ്ടുവരണമെന്നുള്ളത്. അപ്പോൾ അവൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാംഗ്ലൂർ പോയി ചെയ്താലോ ഒന്ന്. ഒരു കോള് വന്നു കേട്ടോ. അതാ. അതുപോലെ തന്നെ നമ്മുടെ പഴയ ബർഗുണ്ടി ഇസ്തോപ്പാനിയ അതൊക്കെ ഒന്ന് റീമേക്ക് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. കാരണം അതൊക്കെ വല്ലാത്തൊരു രസമുള്ള സാധനമാണ്. നോക്കട്ടെ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഹലോ ബ്രോ അൻവർ. ഹലോ അൻവറെ.
അങ്ങനെയൊക്കെയാണ്. അപ്പം ഇതിലിപ്പോൾ ഇത്രയും വന്നതിൽ വേറെ ഒരു പേരും വന്നില്ലെന്നുള്ളതാണ്. പിന്നെ ജിൻഡോയും ജാസ്മിനും മാത്രമാണ് ഇത്രയും നേരം വന്നപ്പം വേറെ ഒരു ഗെയിമറുടെ പേര് പോലും വന്നില്ല. അതൊരു വലിയൊരു അതിശയോക്തിയാണ്. സാധാരണ ഒരു 4-5 പേരുടെ പേരെങ്കിലും എല്ലാ സീസണിലും വരുന്നില്ല. 5-6 പേരുടെ പേര് വരെ എല്ലാ സീസണിലും വരും. പക്ഷേ ഈ സീസണിൽ ഏതാണ്ട് ഇപ്പം നമ്മളെ ഈ ലൈവിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ആകെ 2 പേരുടെ പേര് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ അത് ജെന്യുവനായിട്ടാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് വേറെ സത്യം. അത് ബിഗ് ബോസിലുള്ളവർ അത് മനസ്സിലാക്കുക. ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ അവരിത്രയും കഷ്ടപ്പെട്ട് ഇവർ 2 പേരും ഗെയിം ചെയ്ത് അല്ലെങ്കിൽ ഇത്രയും സ്ക്രീൻ സ്പേസ് നേടി അവിടെ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ഒരു അർഹതയുമില്ലാത്ത ഒരാൾക്ക് പ്രൈസ് എടുത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് സത്യത്തിൽ ഒരു സങ്കടം വരുന്നത്. മനസ്സിലായി? ഹെയർ സ്റ്റൈലുള്ള താങ്ക് യു. വേറെ ഒരാളുടെ പേര് പറയാൻ അവിടെ ആരുമില്ല സുമേഷ്. അത് തന്നെയാണ് അല്ലേ എനിക്കും നിങ്ങളുടെ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും ഉള്ളത്. അഭിനവ് ബിഗ് ബോസ് അൾട്ടിമേറ്റ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അൾട്ടിമേറ്റ് പിന്നെ കാണാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ചിലപ്പോഴേ എന്നെ വിളിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് വരുവാണെങ്കിൽ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അൾട്ടിമേറ്റ് വരുവാണെങ്കിൽ. പക്ഷേ ഈ സീസണിലൊന്നും വിളിച്ചാൽ പോയില്ല. കാരണം വിളിക്കാൻ ചിലപ്പോഴേ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മൾ ഈ കാര്യങ്ങൾ തുറന്നടിക്കുന്നത് കൊണ്ടും അപ്പോൾ അവർ ഈ ചാനലിനെതിരെയാണ് ബിഗ് ബോസിനെതിരെയാണെന്നൊക്കെ ചില സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് അവർ തെറ്റിദ്ധരിക്കും. അത് യഥാർത്ഥത്തിൽ നമുക്ക് ഈ സുഖിപ്പിച്ച് മാത്രം നിൽക്കാൻ അറിയാത്തത് കൊണ്ട് ഉള്ള കുറേ വർക്കുകൾ എനിക്ക് നഷ്ടമാകുന്നുണ്ട്. അത് സിനിമാ മേഖലയിലായാലും ശരി തന്നെ നമ്മൾ നിൽക്കുന്ന ഈ കലാ ഫീൽഡിലെല്ലാം എനിക്കങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതേസമയം സുഖിപ്പിച്ച് പിന്നെ മാസ്ക് ഇട്ട് നമ്മുടെ മാത്രം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഡിപ്ലോമാറ്റിക്കായിട്ട് ചിലർ സംസാരിക്കുമല്ലോ. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചാൻസും കിട്ടും, എല്ലാത്തിനും വിളിക്കുകയും ചെയ്യും. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ബാക്കിൽ നട്ടല്ലെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചില സമയത്തൊക്കെ പട്ടിണി കിടന്നാലും കുഴപ്പമില്ലെന്നങ്ങ് വിചാരിക്കും. മനസ്സിലായി? എന്തായാലും വാകീറിയ ദൈവം ഭക്ഷണം തരുമെന്നൊരു വിശ്വാസക്കാരനാണ്. അപ്പോൾ എന്തായാലും തുറന്നു പറയാനുള്ളത് തുറന്നു പറയാം. അപ്പോൾ പല ശത്രുക്കളും ഇപ്പോൾ എനിക്ക് കൂടുതലാണ്. പ്രത്യേകിച്ച് പിന്നെ ഈ എന്താണ് ബിഗ് ബോസിനെ കുറിച്ചൊക്കെ ഇപ്രാവശ്യം ഞാൻ അത്യാവശ്യം എനിക്ക് ഇഷ്ടമല്ലെന്ന് തന്നെയാണ് ഏറ്റവും മോശം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തുറന്നു പറയുമ്പോഴത്തേക്ക് പലരും എന്നോട് ചോദിച്ചു, ഇനി ഒരു ബിഗ് ബോസിൽ ഒരിക്കലും നിന്നെ വിളിക്കുക ഉണ്ടോ എന്ന്. ഞാൻ അത് വേണ്ട. മനസ്സിലായി? അങ്ങനെ നമുക്ക് തുറന്നു പറയുന്ന ഒരാൾക്ക് ബിഗ് ബോസിൽ വിളിച്ചില്ല എങ്ങനെ എല്ലാം സൂചിച്ചും നട്ടലില്ലാതെ പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇത് തന്നെയാണ് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു സിനിമയുടെ ചാൻസ് വന്നു. നമ്മൾ ഈ പറഞ്ഞ കണക്ക് അതിലൊരാളെ സൂചിപ്പിച്ചില്ലെന്ന് പറഞ്ഞാൽ ആ ചാൻസ് തട്ടിപ്പോയി. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അതിനകത്ത്. അപ്പോൾ ഈ സീക്രട്ട് ഏജൻറ്റ് സായിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം ബ്രോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ് സായിയെക്കുറിച്ച്? സായി ആക്ച്വലി ഞങ്ങൾ നേരത്തെ സംസാരിച്ചിരുന്ന ഒരാളാണ്. സായിയുമായിട്ട് നമ്മൾ അത്യാവശ്യം സൗഹൃദം നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഫോണിൽ കൂടിയൊക്കെ സൗഹൃദമുള്ളവരാണ്. പക്ഷേ ഒരു ഗെയിമർ എന്ന രീതിയിൽ പുള്ളിക്ക് അവിടെ ശോഭിക്കാൻ പറ്റിയിട്ടില്ല. മനസ്സിലായ? പുള്ളിയുടെ എന്താണ് യൂട്യൂബ് ചാനലിൽ നല്ലതാണ്, പുള്ളി ചെയ്യുന്ന പരിപാടിയൊക്കെ നല്ലതാണ്. പക്ഷേ ഒരു ഗെയിമർ എന്ന രീതിയിൽ എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അതുപോലെ തന്നെ ഇപ്പം പോയ ചലഞ്ചേഴ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം നിങ്ങൾക്ക്? സാബുവും ശ്വേതാ മേനോനും പോയല്ലോ, അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അവർ പോയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ അവിടെ ഉണ്ടാക്കാൻ സാധിച്ചു? സിജോ അഭിപ്രായം എന്താണെന്ന്? സിജോയ്ക്ക് പറ്റിയൊരു സാധനം എന്ന് പറയുന്നത് അവൻ നല്ലൊരു ഗെയിമറായിരുന്നു ആക്ച്വലി. പക്ഷേ അവന് ആ റോക്കിയുമായിട്ടുള്ള ഇഷ്യൂവിന് ശേഷം അവനൊരു 1 മാസത്തോളം ഷോയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു. ശരിക്കും ആ ഷോയിൽ നിന്ന് വിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് കിട്ടേണ്ട ഫീലിങ്ങും ഗെയിം സ്ട്രാറ്റജീസും ഒക്കെ അവൻ മാറിപ്പോയി. ആ ഒരു സംഭവം ഇല്ലായിരുന്നു ഒരുപക്ഷെ നമ്മൾ ഈ പറഞ്ഞ 2 പേരുടെ കൂട്ടത്തിൽ ഒരു പേര് സിജോടെ കൂടി പറയേണ്ടി വന്നേരാം. പക്ഷെ അവൻ ഈ പറഞ്ഞാൽ ഇപ്പോഴും കുറേ പരിമിതികളുണ്ട്. അവനിപ്പോഴും ഒരു നല്ല രീതിയിൽ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മൾ ഈ അടുത്തിടയ്ക്ക് ഫാമിലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. അപ്പോൾ അവൻ ഒരു എന്താണ് പഴയ ആ ഒരു അതായത് ആ ഇടി കിട്ടിയില്ലായിരുന്നുണ്ടെങ്കിൽ അവന് ഫിസിക്കലി വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ പറഞ്ഞ 2 പേരുടെ പേരല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ അവൻ്റെ കൂടെ പേര് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നില്ല. കാരണം അവന് ബുദ്ധിയുള്ള നല്ലൊരു ഗെയിമറാണ്. പക്ഷേ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാനാണ്, നിർഭാഗ്യമെന്ന് പറയട്ടെ. അവന് വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് അവൻ പോകുന്നത്. എബൌട്ട് ജിൻഡോ, അല്ല ജിൻഡോയെ കുറിച്ച് ഞാൻ കുറേ പറഞ്ഞല്ലേ സാബിത്തെ.
സാബൂക്ക ഒന്ന് പപ്പറ്റ് ആയി പോയി. സാബൂക്ക ഒരു പപ്പറ്റായി പോയി. ബിഗ് ബോസിൽ ഇങ്ങനെ അല്ല പ്രതീക്ഷിച്ചത്. ഞാനും സത്യത്തിൽ സാബുവിനെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. ഒരു ചലഞ്ചർ എന്ന് പോയിട്ട് അവിടെ കുറേ മാറ്റങ്ങൾ സംഭവിക്കും. പക്ഷേ എന്തോ ഞാൻ വിചാരിച്ചത്ര അങ്ങോട്ട് വന്നില്ല. മാരാരുടെ അതേ സ്വഭാവമാണല്ലോ ഈ മാരാരുമായിട്ടൊക്കെ നമ്മൾ ആശയപരമായിട്ട് പല തർക്കങ്ങളുണ്ടെങ്കിലും പുള്ളിയും ഞാനുമായിട്ടൊക്കെ നല്ല സൗഹൃദമുള്ളൊരു നിങ്ങൾ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ആശയപരമായിട്ട് പലർക്കും പല കാഴ്ചപ്പാടുകൾ അത് തുറന്നു പറഞ്ഞെന്ന് വിചാരിച്ചാൽ ഒരാളെ നമ്മൾ വിരോധികളാക്കുകയല്ല. അപ്പം മാരാര് എന്നെ വിളിക്കാറുണ്ട്, ഞാൻ മാരാരെ വിളിക്കാറുണ്ട്. ഞങ്ങൾ പേഴ്സണലി നല്ല സുഹൃത്തുക്കളാണ് ആക്ച്വലി. പക്ഷേ നമ്മൾ ചില ആശയങ്ങൾ പറയുമ്പോൾ അത് നമ്മുടെ കാഴ്ചപ്പാട് തെറ്റാണെന്ന് തോന്നിയാൽ അതിന് മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് സൗഹൃദത്തെ ബാധിക്കില്ല ഒരിക്കലും. അപ്പോൾ അങ്ങനെയാണ് ചില വഴക്കുകൾ നമ്മൾ തമ്മിൽ ഉണ്ടാകുന്ന ചാനലിൽ. ഇപ്രാവശ്യം വിന്നറാകാൻ ആർക്കാണ് സാധ്യത? അൻവറെ ഞാനത് പറഞ്ഞല്ലോ. ആദിൽ എൻ്റെ പെങ്ങടെ മോനാണ്. സാബിത്ത് സോറി, ഞാൻ ഇപ്പോൾ കയറി ഉള്ളൂ, ലൈവ് ഉണ്ടാവും, കേൾക്കില്ല. സാബിത്ത ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ രണ്ടുപേരുടെ പേരാണ് പറഞ്ഞു. ഒന്ന് ജാസ്മിൻ്റെയും പിന്നൊന്ന് ജിൻഡോയുടെയും. അതിൻ്റെ പൂർണ്ണമായ കാരണങ്ങളും പറഞ്ഞു. അപ്പോൾ വീണ്ടും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന് കുറ്റം പറയാനും മുഖത്ത് നോക്കി കാര്യം പറയുന്ന ഫിറോസിക്കയാണ് എനിക്കിഷ്ടം. നിൻഷ അയ്യോ. ബിഗ് ബോസ് ബെസ്റ്റ് ഗെയിമർ സിദ്ധാർത്ഥ് ശുക്ല ഏതാരാ? ഹിന്ദിയിൽ ഗംഭീര ഗെയിമറല്ലേ. ഹിന്ദിയൊക്കെ വേറെ ലെവല് സാധനമല്ലേ. അവിടെയൊക്കെ അതൊക്കെ ഉഗ്രം ഗെയിമാണ് കേട്ടോ. ഹിന്ദിയിലേക്ക് ഈ സിദ്ധാർത്ഥൊക്കെ ഗംഭീരമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മാരാറുമായി സംവാദം വയ്ക്കാത്തത് എന്താണ്? നല്ല അങ്ങനത്തെ ഒരു അവസരം വരട്ടെ. മാരാറുമായിട്ട് സംവദിക്കേണ്ട ഒരു അവസരം വരട്ടെ, തീർച്ചയായിട്ടും വയ്ക്കും. എവിടെയാണ് ഇപ്പോൾ എറണാകുളത്താണ് ജെറിനെ. ജാസ്മിൻ ഫാൻസ് ഫസൽ ടോക്സിക് മല്ലു ഹായ് ചങ്ക് ബ്രോ ഫിറോസ് ബൈ വിയർ ഓ സി കെ ഷിയാസെ താങ്ക് യു. അജ്മൽ ഹായ് അജ്മലെ. കിഷോർ ഇക്ക അഭിഷേക് സൂപ്പർ അല്ലേ? സുഖമാണ് എൽമൻ. എല്ലാവരും ചായയൊക്കെ കുടിച്ചെന്ന് വിശ്വസിക്കുന്നു. മമ്മൂട്ടി ഓർ മോഹൻലാൽ, അതിനെക്കുറിച്ചൊക്കെ പറയാൻ ധാരാളമുണ്ട് കേട്ടോ. അതൊരു മറ്റൊരു വേദിയിൽ ഈ അത്തരം കാര്യങ്ങൾ, കാരണം അത് ഇപ്പം മമ്മൂക്കയുടെ ഇപ്പോൾ ഒരു സംഭവം വന്നില്ല. എന്താണ് ഷംഷീറോ അങ്ങനെ പറഞ്ഞൊരു കക്ഷി വന്നിട്ട് അത് ഒരു പുഴു എന്ന സിനിമയുമായി ബന്ധപ്പെട്ടൊരു ആരോപണം ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ആ ഒരു വേദി നമുക്ക് മറ്റൊരു വേദിയിൽ അത് ചർച്ച ചെയ്യാം. പിന്നെ നമ്മൾ ഈ ബിംബങ്ങളെപ്പോലെ കാണുന്നത് എല്ലാവരും ഈ പറഞ്ഞ കണക്ക് കുറേ കാര്യമുണ്ട്. വേണ്ട, ഈ വേദി ഞാൻ അതിൽ ഉപയോഗിക്കുന്നില്ല. ഒരു ഹായ് തരാമോ? ഇതൊന്ന് റാസിഫ് ഹായ് ഡിയർ. അപ്പോൾ എന്തായാലും അങ്ങനെ. അപ്പം എന്നാൽ ഞങ്ങൾ പൊയ്ക്കോട്ടെ. ഞാൻ പൊയ്ക്കോട്ടെ. ഒരു ഹായ് തരുമോ? ഹായ് തന്നല്ലോ. ജിൻഡോ ബ്രോയെ കുറിച്ച് എന്താണ് ഈ പറയാം? എടാ അജിത്തെ, ജിൻഡോ ബ്രോയൊക്കെ കുറിച്ച് ഞാനൊരു 100 വട്ടം പറഞ്ഞു. എനിക്ക് വയ്യ എനിക്ക് പറയാം. ജിൻഡോയും ജാസ്മിനും തന്നെ ആയിരുന്നു ഇന്നത്തെ വിഷയത്തിൽ കൂടുതൽ ഞങ്ങൾ സംസാരിച്ചത്. ഞങ്ങൾ മീൻസ് നിങ്ങളുമായിട്ട് ചേർന്ന്. അപ്പോൾ ഓക്കെ, അഫ്രീദ് സത്യമായിട്ട് നിങ്ങളെ പുറത്താക്കാൻ മാത്രമുള്ള ഇഷ്യൂ അവിടെ ഉണ്ടായിരുന്നോ? അത് ഇന്നും എൻ്റെ ഒരു ചോദ്യചിഹ്നമായിട്ട് കിടക്കുകയാണ്. ഞാൻ ഗെയിമല്ല, ഗെയിമാകുമ്പോൾ നമ്മൾ അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ആ ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്. റോയുടെ പേർ അവിടെ ബിഗ് ബോസിൽ ഇല്ല എന്നാണ്. എൻ്റെ ഏത് പേരാണ് അവിടെ ബിഗ് ബോസിൽ?
എന്തൊരു ചോദ്യമുണ്ടാ ബിപിൻ ഫിയ. റൂമ സുംബ, ഹായ് റൂമ. അപ്പോൾ ഓക്കെ ഡാർലിംഗ്, വേറെ ഒന്നുമില്ലല്ലോ വിശേഷങ്ങൾ? ഫിലു, ബിഗ് ബോസ് വിന്നർ ആകാൻ കഴിവുള്ള ആളാണിക്ക, ബട്ട് രോഗമില്ല. ഐ സി. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉള്ള ഒരിതുണ്ടല്ലോ, നിങ്ങൾ നമ്മളെപ്പോഴും ആ ഒരു സ്നേഹത്തോടെ ചാറ്റ് ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിന് ഏറ്റവും വലിയൊരു വിന്നിങ് അല്ലേ. പിന്നെ ബാഹുബലിയിൽ ഉള്ള സിനിമയിൽ ഉള്ള രംഗം പോലെ അതിനകത്ത് ബാഹുബലി ഒരു ബെസ്റ്റ് ഭടനായി നിൽക്കുകയും രാജാവായി മാറുന്നതിനകത്ത് ആ വില്ലനെ പിടിച്ച് രാജാവാക്കുകയും ചെയ്യുന്നൊരു സംഭവമുണ്ട്. പക്ഷെ അതിൽ മാസമായിട്ട് നിൽക്കുന്നത് ആരാണ്? അതിലെ ഹീറോ എന്ന് പറഞ്ഞ കക്ഷിയാണ്. പക്ഷെ അദ്ദേഹം അതിൽ രാജാവല്ല. അതുകൊണ്ട് കിരീടം നേടിയവരെല്ലാം ബെസ്റ്റ് ആണെന്നുള്ളത് അതൊരു തെറ്റിദ്ധാരണയാണ്. കിഴങ്ങന്മാരും കിരീടം തലയിൽ വെച്ചുകൊണ്ട് നടക്കാറുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഡേ നേരുകയാണ്. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. വീണ്ടും നമുക്ക് കാണാം. ഒരു ഹായ് തരുമോ റാസിബ്സ്? എടാ ഹായ്ടാ, ഹായ്. ഞാൻ 2-3 പ്രാവശ്യം നിനക്ക് തന്നെ ഹായ് തന്നല്ലോ, നീ കേട്ടില്ലേ? എല്ലാവർക്കും ഹായ്. ലവ് യു ഓൾ. എല്ലാവരും നല്ല രീതിയിൽ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ കുറേ നേരം കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പുതിയ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഹോൾഡ് ചെയ്യുന്നത്. പ്രവീണേ ഹായ്. പ്രവീൺ. സുമേഷ് ഹായ്. നൗഫൽ ഹായ് ഡിയർ. ഓക്കെ ടേക്ക് കെയർ. ഓക്കെ പ്രവീൺ. അപ്പോൾ ഓക്കെ, ബൈ ഓൾ ആൻഡ് ഗുഡ് നൈറ്റ്. ഗുഡ് ഈവനിങ്. ബൈ. ലവ് യു സോ മച്ച്.